നമസ്കാരം. കോൺഗ്രസിന്റെ പുതുയുഗ യാത്ര ആരംഭിക്കുന്നതിന് തൊട്ടു മുന്നോടിയായിട്ട് സതീശന്റെ സിൽബന്തിയായിട്ട് പ്രവർത്തിച്ച റോയ് മാത്യു എന്നൊരു മാധ്യമ പ്രവർത്തകനുണ്ട്. ഏഷ്യാനെറ്റിന്റെ പല ചർച്ചകളിലും നിങ്ങൾ കണ്ടു കാണും. KPCCയുടെ മീഡിയ സെല്ലുണ്ടായിരുന്നു. പക്ഷേ നിഷ്പക്ഷനായിട്ടാണ് പലപ്പോഴും ഏഷ്യാനെറ്റ് നമ്മളുടെ മുന്നിൽ അവതരിപ്പിച്ചിരുന്നത്. ആ റോയ് മാത്യുവിനെ കഴിഞ്ഞ ദിവസം KPCCയിൽ നിന്ന് വെട്ടി വെയിലത്ത് വെച്ചിരിക്കുകയാണ്. സതീശന് വേണ്ടി PR പണി എടുക്കുന്നതും സതീശനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി സതീശൻ തന്നെ മാസപ്പടി കൊടുത്ത് ഇരുത്തിയിരുന്ന വ്യക്തിയാണ് റോയ് മാത്യു. നേരത്തെ സൂര്യ TV ഉൾപ്പെടെ വർക്ക് ചെയ്തിരുന്ന വ്യക്തി സ്വയം മാധ്യമപ്രവർത്തകന്റെ പേരിൽ അല്ലെങ്കിൽ ലേബലിൽ വന്നിരുന്നാണ് സതീശനെ വെള്ളപൂച്ചിക്കൊണ്ടിരുന്നത്. ആ വ്യക്തിയാണ് അടുത്ത ദിവസം ഏഷ്യാനെറ്റിലെ ചർച്ചയിൽ ചെന്നിരുന്ന് KPCC പ്രസിഡന്റ് ആയിട്ടുള്ള സണ്ണി ജോസഫിനെ മോശമായിട്ട് ഇകഴ്ത്തി സംസാരിച്ചത്. സ്വാഭാവികമായിട്ടും സതീശന് വെല്ലുവിളി ഉയർത്തുന്ന നേതാക്കന്മാരെ തരം താഴ്ത്തി കാണിക്കുക, പരിഹസിക്കുക, പൊതുജനങ്ങളുടെ മുന്നിൽ അധിക്ഷേപിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പൊതുശീലം. നേരത്തെ ഇതുപോലെ തന്നെ ഇദ്ദേഹം കോൺഗ്രസ് നേതാവായിട്ടുള്ള K സുധാകരനെ അധിക്ഷേപിച്ചതിന്റെ പേരിൽ അന്ന് KPCCയിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയതാണ്. പിന്നീട് സതീശന്റെ സന്തത സഹചാരിയായിട്ടുള്ള ദീപ്തി മേരി വർഗീസ്, അവർക്കാണല്ലോ ഇപ്പോൾ ഈ വക്താക്കന്മാരുടെ ചുമതല എന്ന് പറയുന്നത്. അങ്ങനെ ദീപ്തി മേരി വർഗീസിന്റെ റിക്വസ്റ്റ് പ്രകാരമാണ് സതീശന്റെ സ്വന്തം അനുയായിയായിട്ടുള്ള റോയ് മാത്യുവിനെ വീണ്ടും KPCCയിൽ എടുത്തത്. അപ്പോൾ സതീശൻ അദ്ദേഹത്തെ സ്പോൺസർ ചെയ്യുമ്പോഴും സതീശൻ അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ മുടങ്ങാതെ എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൂസി മിനിയെ അറിഞ്ഞൂടെ? അവർ കാണിക്കുന്ന ശുഷ്കാന്തി പോലെ തന്നെ പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് സതീശന് വേണ്ടി വല്ലാത്ത ശുഷ്കാന്തി. സതീശനെ മുഖ്യമന്ത്രിയാക്കുക എന്ന നിലയിൽ KPCC പ്രസിഡന്റ് ആയിക്കോട്ടെ, കോൺഗ്രസ് നേതാക്കന്മാരായിക്കോട്ടെ, ഇവരെയൊക്കെ ഇടിച്ചു താഴ്ത്തുകയാണ് റോയ് മാത്യുവിന്റെ ജോലി. ഒരു മാധ്യമ പ്രവർത്തകനാണ്. നിങ്ങൾ ചിന്തിക്കുക, നേരത്തെ സൂര്യ TVയുടെ ചുമതലയൊക്കെ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. പിന്നീട് നിറം മാറി കോൺഗ്രസിനകത്ത് എത്തിയതിനു ശേഷവും ഈ പല ചാനൽ ചർച്ചകളിലും ഇദ്ദേഹത്തെ മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്കാണ് അവതരിപ്പിക്കാറുള്ളത്. ആ മാധ്യമ പ്രവർത്തകന്റെ ലേബലിൽ വന്നിരുന്ന് കോൺഗ്രസിലെ VD സതീശന് വേണ്ടി ബാറ്റ് ചെയ്യുക, ന്യായീകരിക്കുക എന്നുള്ളതാണ് റോയ് മാത്യുവിന്റെ ചുമതല. കോൺഗ്രസിന്റെ മീഡിയ സെല്ലുള്ള വ്യക്തിയാണ് എന്നതിനെ സംബന്ധിച്ച് പലർക്കും അറിയില്ല. പക്ഷേ വിനു വി ജോണിനെ പോലെ ഏഷ്യാനെറ്റിലെയും ഒപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖറുമായിട്ട് സതീശന്റെ അടുത്ത ബന്ധമുള്ളത് കൊണ്ട് തന്നെ ഇവരെ പോലുള്ളവരെ മാധ്യമ പ്രവർത്തകൻ, നിരീക്ഷകൻ എന്ന പേരിലൊക്കെ കൊണ്ടുവന്നിരുത്തി സതീശന് വേണ്ടി ന്യായീകരിക്കാനും ഇടതുപക്ഷത്തെ പുലഭ്യവും പുലയാട്ടും പറയാൻ ഉപയോഗിച്ചിരുന്നു. ആ വ്യക്തിയാണ് ഇപ്പോൾ KPCC എന്ന് പറണ്ടി പുറത്താക്കിയത്. സതീശനെ സംബന്ധിക്കുന്നിടത്തോളം വലിയ തിരിച്ചടിയാണ്. KPCCയുടെ മീഡിയ സെൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വല്ലാത്ത രീതിയിൽ സതീശന് വേണ്ടി PR പണി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ തന്നെ മാധ്യമ മേഖലയിൽ തലസ്ഥാനത്ത് നിന്നതുകൊണ്ട് തന്നെ ആ സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പല പത്രങ്ങളെയും ചാനലുകാരെയും സ്വാധീനിച്ച് സതീശന് വേണ്ടി പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നതും ഈ പറയുന്ന റോയ് മാത്യുവിന്റെ നേതൃത്വത്തിലായിരുന്നു. ആ നിലയ്ക്കാണ് ഏഷ്യാനെറ്റിൽ പോയി സണ്ണി ജോസഫിനെ വെറും വാവളന്താനാണ് എന്ന രീതിയിൽ അദ്ദേഹം പ്രതികരിച്ചത്. ഒരു KPCC പ്രസിഡന്റിനെ പോലും അപമാനിക്കാൻ അല്ലെങ്കിൽ പരസ്യമായിട്ട് ചാനൽ ചർച്ചയിലൂടെ അവഹേളിക്കാൻ മടിയില്ലാത്തവരാണ് കോൺഗ്രസിനകത്ത് സതീശന്റെ നോമിനികളായിട്ട് എത്തിയിരിക്കുന്ന മീഡിയ സെല്ലുള്ളവരാണ് എന്നുകൂടി ബോധ്യപ്പെടുത്തുന്നതാണ് ഏഷ്യാനെറ്റിലെ പ്രതികരണം. ആ പ്രതികരണം വലിയ വിവാദമായതിന് പിന്നാലെയാണ് ഇദ്ദേഹത്തെ ഇനി വച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, ബാക്കിയുള്ള നേതാക്കന്മാരെ കോൺഗ്രസ് പാർട്ടിയുടെ ചെലവിലിരുന്ന് അധിക്ഷേപിക്കുന്ന വ്യക്തിയെ തുടർന്നു കൊണ്ടുപോകാൻ കഴിയില്ല എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ചവിട്ടി പുറത്താക്കിയത്. സതീശന്റെ പുതുയുഗ യാത്ര അത് ആരംഭിക്കാനിരിക്കെ മീഡിയ സെല്ല് വഴി വലിയ പ്രചരണം അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി വലിയ തോതിൽ പബ്ലിസിറ്റി ഉണ്ടാക്കേണ്ട വ്യക്തിയെ KPCC തന്നെ തെറിപ്പിച്ചതോടെ പുതുയുഗ യാത്ര ആരംഭിക്കുമ്പോൾ തന്നെ കല്ലുകടി ഉണ്ടായിരിക്കുകയാണ്. സതീശന്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള മീഡിയ സെല്ലിലെ വ്യക്തിയെ KPCC നേരിട്ട് പുറത്താക്കുമ്പോൾ സ്വാഭാവികമായിട്ട് വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. KPCCയുടെ മീഡിയ സെല്ലിൽ നിന്ന് സതീശന്റെ ഇപ്പോഴത്തെ ഈ യാത്രയ്ക്ക് വലിയ പ്രചരണം ഉണ്ടാകാൻ പോകുന്നില്ല. എന്തായാലും കോൺഗ്രസ് നേതാക്കന്മാരെ അധിക്ഷേപിക്കാൻ വേണ്ടി തന്നെ സതീശൻ മാധ്യമ മേഖലയിൽ നിന്ന് മീഡിയ സെല്ലിലേക്ക് വരെ ആൾക്കാരെ റിക്രൂട്ട്മെന്റ് ചെയ്തിരിക്കുന്നു എന്നതിന്റെ വിവരമാണ് റോയ് മാത്യുവിനെ പുറത്താക്കിയ വാർത്ത പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നത്.